തൃപ്പൂണിത്തറയിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ. മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കുമെന്നും ദീപക് ജോയ് ഇത്തവണയും തന്നോട് പരാജയപ്പെടുമെന്നും KN ഉണ്ണികൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇനി റിസൾട്ടിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മോടൊപ്പം ചേരുന്നത് KN ഉണ്ണികൃഷ്ണനാണ്. വലിയ പ്രതീക്ഷയാണ് മുന്നണിക്കും പാർട്ടിക്കൊക്കെ തമ്മിലുള്ളത്. എന്താണ് നിലവിലെ മണ്ഡലത്തിലെ താങ്കളുടെ പ്രതീക്ഷ? തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തിപരമായും ഞാനും ഈ തെരഞ്ഞെടുപ്പിന് വലിയ വിജയപ്രതീക്ഷയിലാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഭരണ തുടർച്ചയുണ്ടാകും. അതിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഇക്കുറി ഇടതുപക്ഷം ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നുള്ള പ്രത്യാശയാണ് എന്നെ നയിക്കുന്നത്. ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള വേരുകളുള്ള ഒന്നാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രധാന കേന്ദ്രം തന്നെയാണ്. ശക്തമായ ഒരു കോട്ട തന്നെയാണ്. വേരുകളുള്ള പ്രദേശമാണ്. ആ കോട്ട തിരിച്ചു പിടിക്കും. അവിടെ നോക്കുകയാണെങ്കിൽ BJPക്കും ഒരു ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മത്സരത്തിൻ്റെ പ്രതീക്ഷ? എത്രത്തോളം വോട്ടുകൾക്ക് ജയിക്കുന്നതാണ് അങ്ങ് കരുതുന്നത്? സമീപകാലത്തായി BJPയുടെ ഒരു സ്വാധീനം അവിടെ വളർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അവർ അധികാരത്തിൽ വന്നു എന്നുള്ളതും ഓരോ ആളുടെ അംഗബലത്തിൽ അവർക്ക് അധികാരം കിട്ടിയെന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അത്തരം അവരുടെ സ്വാധീനം തെളിയിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വൈപ്പിന് നടന്നൊരു മത്സരത്തിന് റീമാച്ച് എന്ന് വേണം നമുക്ക് പറയാം. ദീപക് ജോയി ആയിട്ട് തന്നെയാണ് ഇക്കുറി എതിരാളിയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങ് ശുഭപ്രതീക്ഷ തന്നെയാണ്? തീർച്ചയായും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ എൻ്റെ ആയിരുന്ന 8200 വരുന്ന വോട്ടുകൾക്ക് പരാജയപ്പെട്ട ആൾ തന്നെയാണ് ഒരു നിഴൽ പോലെ എന്നെ പിന്തുടർന്ന് തൃപ്പൂണിത്തുറയിലും മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും പരാജയപ്പെടാൻ തന്നെയാണല്ലോ സാധ്യത. എറണാകുളത്ത് എങ്ങനെയായിരിക്കും LDFിൻ്റെ ഒരു പ്രകടനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എറണാകുളം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങളുണ്ട്. സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ എന്തായാലും തൃപ്പൂണിത്തുറ മണ്ഡലം പിടിക്കും. 75-78 സീറ്റുകൾ ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നിസ്സാരമായ വോട്ടുകൾക്ക് ഉള്ള വ്യത്യാസത്തിലൊക്കെ നിൽക്കുന്ന, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നെല്ലാം ഉള്ള നിലയിൽ നിൽക്കുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അതും കൂടി എല്ലാം കണക്കിൽ എടുക്കുമ്പോൾ ഏതാണ്ട് 80-ലധികം വരുന്ന സീറ്റുകൾ എന്തായാലും, ഇപ്പോൾ 99 സീറ്റ് ഇടതുപക്ഷത്തിന് ലഭിച്ചില്ലെങ്കിൽ പോലും 80 സീറ്റുകളോടുകൂടി നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ തുടരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇടതുപക്ഷം തന്നെ തുടർഭരണം നടത്തും. തൃപ്പൂണിത്തറയിൽ അദ്ദേഹം വിജയിച്ചെത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. തൃപ്പൂണിത്തറയിൽ നിന്നും അക്ഷയ്ക്കൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.